നമസ്കാരശേഷം നമ്മൾ ദുആ ചെയ്യുമ്പോൾ നമ്മുടെ ദുആ അല്ലാഹ് സ്വീകരിക്കണമെങ്കിൽ ആദ്യം ദുആക്ക് മുമ്പ് ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യണം, എന്നിട്ട് വേറെ എന്തിനു വേണ്ടി ദുആ ചെയ്യാവൂ എന്നൊരു ഉസ്താദ് പറയുന്നത് കേട്ടു. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ സഹോദരിയോടല്ല ആദ്യം പറയാനുള്ളത്, ഈ ഉസ്താദ്മാരോടാണ് പറയാനുള്ളത്. ഒരു ഉസ്താദ് എന്നൊരു പേര് ഒരാൾക്ക് നൽകിക്കഴിഞ്ഞാൽ അയാൾ പറയുന്നത് മുഴുവൻ അനുസരിക്കുക എന്നില്ല, അയാൾ പറയുന്നത് ദീനിന് അനുസരിച്ചാണോ ഇല്ലയോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇപ്പോൾ ഇസ്ലാമിൽ അങ്ങനെ ഒന്നുമില്ലല്ലോ. ഒരാൾ, ഒരു ഭാര്യ ഒന്ന് നമസ്കാരശേഷം പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം, എന്നിട്ടേ സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് ഒരു ഹദീസിലുമില്ല. മാത്രമല്ല പണ്ഡിതന്മാർ ആദാബ് ദുആ, പ്രാർത്ഥനയുടെ നിബന്ധനകൾ എന്ന വിഷയം പഠിപ്പിക്കുമ്പോൾ ആദ്യം വേണ്ടത് അള്ളാഹുവിനെ പുകഴ്ത്തുക, 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചെല്ലുക എന്നിങ്ങനെയുള്ള നിബന്ധനയല്ലാതെ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്ന ആളുകൾ ഭാര്യ ആദ്യം ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നിട്ടേ സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നൊരു നിബന്ധന ഒരു കിതാബിലും ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതൊക്കെ ഇല്ലാത്ത ജൽപ്പനങ്ങൾ ആണ്. അതിൻ്റെ അർത്ഥം ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണ്ട എന്നല്ല, മൊത്തത്തിൽ നന്മയ്ക്ക് വേണ്ടി, എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മുസ്ലിം ഉമ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, കുടുംബത്തിലുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഏറ്റവും അടുത്തുള്ള മാതാപിതാക്കളും ഭാര്യ ഭർത്താക്കന്മാർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷേ ഈ ഒരു പറഞ്ഞത് ഭർത്താവിന് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കണം എന്നിട്ടേ സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ആ പ്രാർത്ഥന ശരിയല്ല എന്നുള്ള ആ വാദം ഏതായിരുന്നാലും ശരിയല്ല.